തമിഴ്നാട്ടിൽ ഇത് അഗ്നി നക്ഷത്രകാലമാണ്. ചിത്തിരയുടെ 15 മുതൽ വൈശാഖിയുടെ 15 വരെയുള്ള ഈ ദിവസങ്ങൾ വെന്തുരുകുന്ന സൂര്യൻ്റെ താണ്ഡവകാലമാണ്. ജ്വലിക്കുന്ന ആകാശത്തിന് താഴെ ഉച്ച വെന്തുമറിയുന്നു. സത്യമംഗലത്തും സ്ഥിതി വ്യത്യസ്തമല്ല. ഒരു ഹോമകുണ്ഡത്തിൻ്റെ ചൂടാണ് ഇവിടത്തെ പകലിന്. എന്നാൽ ഭൗമപരമായി തമിഴകത്തിൻ്റെ മറ്റേതു പ്രദേശങ്ങളിൽ നിന്നും സത്യമംഗലം വേറിട്ട് നിൽക്കുന്നു. കൊടും ചൂടിലും ഈ പ്രദേശം ഒരു നിത്യഹരിത സുന്ദരിയാണ്. നിറഞ്ഞൊഴുകുന്ന ഭവാനിപ്പുഴയാവണം ഈ പച്ചകുപ്പായം ഇവൾക്കിങ്ങനെ സമ്മാനിച്ചത്. നീലമേഘങ്ങൾക്ക് മീതെ തലയെത്തിച്ചു നിൽക്കുന്ന നെടുനീളൻ പർവ്വതക്കൂട്ടങ്ങൾക്കും ഇടതൂർന്ന കൊടും വനങ്ങൾക്കും മധ്യയാണ് സത്യമംഗലമെന്ന ഈ അടിവാര പട്ടണം സ്ഥിതി ചെയ്യുന്നത്. കോയമ്പത്തൂരിൽ നിന്നും ബാംഗ്ലൂർ റോഡിൽ 60 കിലോമീറ്ററുകൾക്കപ്പുറയാണ് തികച്ചും ഒറ്റപ്പെട്ട ഈ പ്രദേശം. കാർഷിക മുന്നേറ്റത്തിൽ നിർണായക പങ്ക് വഹിക്കുന്നുവെന്ന കാരണത്താൽ ഹരിത ഭൂപടത്തിൽ സത്യമംഗലത്തിൻ്റെ സ്ഥാനം വളരെ വലുതാണ്. പക്ഷേ കാട്ടുകള്ളൻ വീരപ്പൻ്റെ വിഹാര കേന്ദ്രമെന്ന നിലയിലാണ് മലയാളിക്ക് സത്യമംഗലം കൂടുതൽ സുപരിചിതമാകുന്നത്. വേറിട്ട് നിൽക്കുന്ന സംസ്കാരം, ബൃഹത്തായ ഭാഷ എന്നിവ തമിഴ് മക്കൾക്ക് തലമുറകൾ നൽകിയ ഏറ്റവും വലിയ സംഭാവനകളാണ്. കേരളത്തിൻ്റെ മൊത്തം കാർഷിക ഉപഭോഗത്തിന് ആവശ്യമായ 80% ഉൽപ്പന്നങ്ങളും തമിഴ്നാട്ടിൽ നിന്നാണ് വരുന്നത് എന്നറിയുമ്പോൾ മലയാളിയുടെ നിലനിൽപ്പ് പോലും തമിഴ്നാടിൻ്റെ വരദാനമാണെന്ന് സമ്മതിക്കേണ്ടി വരും. സമ്പന്നമായ ഭൗമസ്രോതസ്സുകളെ പരമാവധി ഉപയോഗിക്കുവാൻ ബഹുസമർത്ഥരാണ് ഇവിടുത്തെ കർഷകർ. വെളുക്കും മുതൽ നന്നെ ഇരുളും വരെ പാടത്ത് പണിയെടുക്കുക മാത്രമല്ല, അതിനൊരു ശാസ്ത്രീയതയുടെ പരിവേഷം ചാർത്തി കൊടുക്കുക വഴി മികച്ച വിളയുൽപാദനവും ഇവിടെ സാധ്യമാകുന്നു. അളവിലും മികവിലുമുണ്ട് ഈ വർധനവ്. ഭവാനിപ്പുഴ അവർക്കേകുന്ന ജലസമ്പത്ത് വളരെ വലുതാണ്. മണ്ണും വെള്ളവും തമ്മിലുള്ള ദൃഢമായ ബന്ധത്തിന് ഇവർ കൊടുക്കുന്ന പിന്തുണയും അംഗീകരിക്കപ്പെടേണ്ടത് തന്നെ. പക്ഷേ കാർഷിക മേഖലയിൽ പുതിയ പരീക്ഷണങ്ങൾ നടത്തുവാൻ തമിഴ്നാട്ടിലെ കർഷകർക്ക് പൊതുവെ ധൈര്യം പോരാ. അവർ മുൻ തലമുറകളുടെ ചെയ്തികൾ അതേപടി പിന്തുടരുന്നവരാണെന്ന് വേണം പറയുവാൻ. എന്നാൽ സത്യമംഗലത്ത് വളരെ വർഷങ്ങളായി ചില കൃഷിക്കാർ ഓർഗാനിക് ഫാമിങ്ങിലോട്ട് തിരിഞ്ഞിട്ടുള്ളത് ശ്രദ്ധേയമാണ്. ഓർഗാനിക് കൃഷിരീതികളെക്കുറിച്ച് കൂടുതൽ അറിയുവാനാണ് ഹരിത ഭാരതത്തിൻ്റെ ഈ യാത്ര. സത്യമംഗലം പട്ടണവും കടന്ന് യാത്ര ചെറു നാട്ടുപാതയിലേക്ക് കടക്കുന്നു. ഇത് സത്യമംഗലം രവി. 7ാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസമുള്ള ഒരു കർഷകൻ. എന്നാൽ രവി ഒരു അസാധാരണ കർഷകനാണ്. തമിഴ്നാട്ടിലെ ദൂരദർശൻ ചാനൽ ഓർഗാനിക് ഫാമിങ്ങിൻ്റെ ഗുണങ്ങളെ വിവരിക്കുന്ന ഈ 7ാം ക്ലാസ്സുകാരൻ്റെ പരിപാടി തുടർച്ചയായി സംപ്രേഷണം ചെയ്തു വരുന്നുണ്ടെന്നറിയുമ്പോൾ അത്ഭുതപ്പെടേണ്ടതില്ല. തൻ്റേതായ നാടൻ രീതിയിലാണ് രവി കൃഷിയെപ്പറ്റി വിവരിക്കുക. ഓടി നടന്ന് സെമിനാറുകളിൽ പങ്കെടുക്കുന്നു. കർഷകർക്ക് അവരുടെ കൃഷിയിടങ്ങളിൽ ചെന്ന് വിശദാംശങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. പാരമ്പര്യമായി കാർഷിക വൃത്തിയിലേർപ്പെട്ട ഒരു കുടുംബത്തിലാണ് രവി ജനിച്ചത്. പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം സ്വാഭാവികമായും കൃഷിയിലേക്ക് തിരിഞ്ഞു. തുടങ്ങിവച്ചത് വാഴകൃഷി തന്നെ. രാസവളവും കീടനാശിനിയും ഉപയോഗിച്ചുള്ള കൃഷി. വാഴ നല്ലൊരു വരുമാനമാർഗമായിരുന്നു അന്നൊക്കെ. 93 വാഴകൾക്ക് ഇലപ്പുള്ളി രോഗം ബാധിച്ചു. അതിന് കീടനാശിനികൾ തളിക്കുകയുണ്ടായി. പക്ഷേ കീടനാശിനികളുടെ അമിത പ്രയോഗം പാടത്ത് മാത്രമല്ല കർഷകനിലും പ്രതിപ്രവർത്തനങ്ങളുണ്ടാക്കി. രോഗാണുക്കളും കീടനാശിനികളും ചേർന്ന് വാഴകളെ നശിപ്പിച്ചു. ആ വർഷം വിളവ് തീർത്തും പരാജയമായിരുന്നു. അങ്ങനെ ഇരിക്കവെയാണ് എസ് എൻ നാഗരാജ് എന്ന അറിവിൻ്റെ കടലിനെ രവി കണ്ടുമുട്ടിയത്.
അദ്ദേഹത്തിൻ്റെ സാമീപ്യം പ്രകൃതിയെ നോവിക്കാത്ത കൃഷിരീതികളിലേക്കുള്ള പുത്തൻ ചവിട്ടുപടികൾ കയറുവാൻ രവിയെ സഹായിച്ചു. ആ ആഹ്വാനം പുത്തനുണർവായി. അങ്ങനെ രാസകൃഷിയിൽ നിന്ന് പ്രകൃതിയെ ഹനിക്കാത്ത ജൈവ കൃഷിരീതിയിലേക്ക് രവി ചെന്നെത്തി.